ഒരു കണക്കിനാ എവിടെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്. എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക. അല്ല, ഞങ്ങൾ ഇങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കും, അല്ലാതൊന്നുമല്ല. ഒടിയനോട് വേണ്ട മായങ്ങളി. ദേ യമണ്ടനാ താഴത്ത് നിപ്പുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ. ഞാൻ അത് അടുത്ത് നിർത്തിയത്. കയറിയിരുന്നെങ്കിൽ മധുരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ടിറക്കാൻ പറ്റാതായനെ. വണ്ടി എപ്പോ നന്നാക്കി കൊടുക്കും? ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ, അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നുവീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാനല്ലേ? അതാണല്ലോ പതിവ്. പതിവ് മാത്രമല്ലല്ലോ, ഒരു രാശി കൂടിയാണല്ലോ. അപ്പൊ നാളെ അവിടെ കാണാം. എടാ ചെല്ലപ്പാ, ഒളിച്ചത് മതിയടാ. ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണല്ലേ. കടപ്പുറത്ത് വെടിവെപ്പായതുകൊണ്ട് ബലിയിട്ടില്ല. നടക്കട്ടെ. മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ആ യമണ്ടന്റെ മനസ്സ് കുളിർപ്പിക്കുന്ന ചങ്കിത്തട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടാ. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. പേടിക്കണ്ട, ഞാൻ പാടിക്കോളാം. രാജപ്പ, താനെന്താ ഇതിങ്ങനെ രാത്രി തള്ളിക്കൊണ്ട് നടക്കുന്നത്? ഓടിക്കാനുള്ള ബാലൻസ് കിട്ടണമെങ്കിൽ ആദ്യം തള്ളി പഠിക്കണം എന്നാ സർല പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ഇത് പകലായി കൂടെ? പകൽ എന്നെ കണ്ട ഇവിടുത്തെ അലവലാദികൾക്കൊക്കെ ഒരു പരിഹാസമാ. അതെ എടോ കുറുപ്പേ, അവര് ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ എടുക്കുക. നാളെ തന്നെ വണ്ടി കണ്ടീഷനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഓ, എന്തു ചങ്കിക്കൊള്ളണ പാട്ടാ ഇത്. ചങ്കിൽ കൊള്ളാനുള്ള പാട്ടല്ല വസുവേട്ട, ചങ്കിൽ കുത്താനുള്ളതാ. തനിക്ക് എന്ത് കേട്ടാലും തല തിരിഞ്ഞല്ലേ തോന്നും. ചുമ്മാ അതല്ല അവനെന്ന് തല തിരിഞ്ഞേ കിടക്കുള്ളൂ എന്ന് പറയണത്. തന്റെ അതല്ലേ വിത്ത്. ഇങ്ങോട്ട് വന്നേ, വാ വാ. എത്തിയാ ഊട്ടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു തണുപ്പൊക്കെ? തണുപ്പല്ല, നല്ല ചൂടാ. ഓ, അവന്റെ ഒരു തണുപ്പ് അന്വേഷണം. ഊട്ടി വരെ ഓടിക്കാൻ മടിയായിട്ടല്ല നീ ലീവ് എടുത്തത്. അമ്മച്ചേ, ഊട്ടി പോണ വിവരം എനിക്ക് അറിയേയില്ല. ഞാൻ എന്റെ കുഞ്ഞമ്മാവിന്റെ ചാത്തമായതുകൊണ്ട് ബലിയിടാൻ പോയതാ. ഓ, ദൂരെ എവിടെയെങ്കിലും പോകുന്ന നേരത്തെ എപ്പോഴും ഉണ്ട് അവന്റെ ഒരു ബലി അടിയന്തരം. നീ ആ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് വണ്ടി കഴുകിയിട്ട്. ആ, ബലിയിട്ടത് പിടിച്ചില്ല. എവിടെ ചിന്റുമോളും ചിഞ്ചുമോളും? അവരെ കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ സ്റ്റഡി ടൂർ? അതൊക്കെ അടിപൊളിയായിരുന്നു. എന്നാലും കഷ്ടമുണ്ട് കേട്ടോ ചിറ്റപ്പ. കുട്ടികളെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കായിരുന്നു. മക്കളെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അവർക്ക് എക്സാം എടുത്തിരിക്കാമേ. ഈ സമയത്ത് അവരെ എങ്ങോട്ടും വിടില്ല. ആ പ്രിൻസിപ്പൾ ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ്. ബോർഡിംഗ് സ്കൂളിലൊന്നും കുഞ്ഞുങ്ങളെ ചേർക്കേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അത് ഇത്രയും ദൂരെ അച്ഛനമ്മമാരുള്ള സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതെ, കടയിലെ ലാഭത്തിന്റെ നഷ്ടത്തിന്റെ കണക്ക് മാത്രം നോക്കിയാ മതി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ, ഞാനിന്ന് കടയിലേക്കില്ല. നീ ചേട്ടനോട് പറഞ്ഞേക്കാം. ഹേമിച്ചി, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഓ ശരി. വാസുവേട്ടനെ വലിയ അന്വേഷിക്കണ്ടേ? ഓ, സുധ ചിറ്റപ്പനല്ലേ പറഞ്ഞത് ഊട്ടിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെന്ന്? കാണാൻ പോയെന്നല്ലേ ഞാൻ പറഞ്ഞത്. നീ ഒന്ന് അടങ്ങ്. എന്തായാലും വിളിച്ചോണ്ട് വരാൻ ഒന്നും കൂടെ പോവേണ്ടി വരും. അതെന്താ? വീട്ടിലൊരു വിശേഷം നടക്കാൻ പോവല്ലേ. എന്ത് വിശേഷം? അതൊക്കെ ഉണ്ട്, നീ വാ. എന്ത് വിശേഷം പറ മുത്തശ്ശി. അതൊക്കെ നിന്റെ ഡാഡി വിശദമായി പറഞ്ഞു തരും. ആ പ്രകാശന സംഘം വന്നിട്ടുണ്ട് വലിയ മുതലാളിയെ കാണാൻ. സംഘമോ? ആ, യുവജന കലാസമിതിയുടെ വാർഷികമല്ലേ വരുന്നത്. ഓഹോ, കൈനീട്ട പിരിവിന് ഇറങ്ങിയതായിരിക്കും. ആ. ഞാൻ കൊടുക്കാം കൈനീട്ടം. ഹലോ. തരികിട സംഘങ്ങൾ മുഴുവനുണ്ടല്ലോ. വലിക്കേറി വന്നാ ഞാൻ ഒറ്റയ്ക്ക് വരാനായിരുന്നത്. പാച്ചു എന്താ ഇലക്ഷന് നിൽക്കാൻ പോവാണോ? അങ്ങനെ ചോദിച്ചാ? അല്ല, നെയ്റോസ്റ്റ് പോലെ തേച്ചു മിനിക്കിയ വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് ഞങ്ങളുടെ ഈ യുവജന കലാസമിതി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജന സംഘടനയാണല്ലോ. അതിന്റെ പ്രതീകമായിട്ടാണ് ഈ തുവള്ള വസ്ത്രം. പിന്നെ പിരിവിനും കൂടി വേണ്ടിട്ട് ഇറങ്ങിയതാ. ഓഹോ, രസീത് ബുക്ക് നോട്ടീസ് ഒക്കെ ഞാൻ ഡാഡിയുടെ കൈ കൊണ്ട് കൊടുക്കാം. അല്ല, അതൊക്കെ അടുപ്പിക്കാനുള്ള കൈനീട്ട എല്ലാ വർഷവും മഹാദേവ മുതലാളിയാണ് തരുന്നത്. അതെന്താ മഹാദേവൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണോന്ന് ഇത്ര വലിയ വാശി? വാശിയല്ല, രാശിയാ. മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ചെല്ലുന്നോടത്ത് ആരും ഇല്ലാന്ന് പറയില്ല. യമണ്ടം പിരിവ് കിട്ടും. ആ, യമണ്ടൻ പിരിവ് കിട്ടാൻ യമണ്ടനോട് തന്നെ കൈനീട്ടം വാങ്ങിക്കൂടെ? അതിനവരുടെ അച്ഛൻ വീട്ടിലില്ലല്ലോ. അവിടെ ചെന്ന കൈനീട്ടം കിട്ടുന്നത് കാശായിരിക്കില്ല അല്ലേ? നിനക്കിട്ട് തരടാ. എന്റെ പറച്ചിനിക്കടവ് മുത്തപ്പ. എന്താ കുറൂരമ്മ തള്ളച്ചി.
എന്താ സരസപ്പ നീ നിന്ന് പരുങ്ങുന്നത്? പരങ്ങിയതല്ല അമ്മച്ചി, ബഹുമാനം കൊണ്ട് വണങ്ങിയതാ. കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പിരിവിന് ഞാൻ ഇങ്ങോട്ടില്ലെന്ന്. എപ്പ പറഞ്ഞു? അതെ, പഴയ പോലെ പാണ്ടികളെ കിട്ടണില്ല അമ്മച്ചി. അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. അതിന് ഇവർക്ക് എവിടെ നേരം ഇങ്ങനെ നടക്കണല്ലോ. അതെ. ഓരോ തരികിടിയും പറഞ്ഞ് നടന്നിങ്ങനെ പിരിച്ച് പുട്ടടിച്ചാ പോരെ. അതിനൊരു ക്ലബും ക്ലബിന് പറ്റിയൊരു സെക്രട്ടറി. പൊന്നൂസേ, എല്ലാരും ഉണ്ടല്ലോ. എന്താ പ്രകാശനുമായിട്ട് ഒരു ഉടക്ക്? എങ്ങനെ ഉടക്കാതിരിക്കും ഡാഡി? എവിടെ ചെന്നാലും എന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ് വലിയ ഹീറോ കളിയാ. അവൻ പറയണത് സത്യല്ലേ? അതിന് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞോടാ. ഡാഡി അവള് വലിയ കുട്ടിയായില്ലേടാ, ഇനി അതൊക്കെ പറഞ്ഞോണ്ടിരുന്ന നാണക്കേടല്ലേ? അത് ശരിയാ. ഈ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ ചുട്ടി അടിയാൻ വെച്ചിരും. മോളകത്തേക്ക് പൊക്കോ, ഇതൊക്കെ വാസുവേട്ടനേറ്റു. മോള് ചെല്ലേ. അല്ല, എല്ലാരും കൂടി എന്നെ കൊല്ലാൻ വന്നാണോ? അയ്യോ, ഞങ്ങളിങ്ങനെ പിരിവിന്റെ പരിപാടിയായിട്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ആട്ടെ, എന്താ ഈ തോണത്തെ വാർഷികത്തിന്റെ പരിപാടികൾ? പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഒരു ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ഓ, നേത്ര ചികിത്സ ക്യാമ്പായിരിക്കും. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ, എല്ലാരും നടത്തുന്നതല്ലേ. അതെ. ഇത് ഇന്ന് വരെ ആരും നടത്താത്തൊരു ഐറ്റമാ മൂലക്കുരു ചികിത്സാ ക്യാമ്പ്. മൂലക്കുരു? ഓ, പൈൽസ്. നിങ്ങൾക്ക് പറ്റിയ പണിയാ. ആദിവാസി വൈദ്യർ ഒറ്റമൂലിയാ. ആദിവാസിയോ? ആ, ഷാജിയുടെ ബന്ധുവാ. ബന്ധുവൊന്നുമല്ല, കസിനാ. എന്റെ ബന്ധു കസിനൊന്നും അല്ല, എന്റെ കുഞ്ഞമ്മയുടെ മോനാ. പേര് വാവു. അട്ടപ്പാടി അഴകേശം വൈദ്യരെന്ന് വിളിക്കും. മുതലാളിയുടെ കൈനീട്ടം കിട്ടിയിട്ട് വേണം ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ. വാസുവേട്ടന്റെ കയ്യില് ഒറ്റ രൂപയുടെ കോയിനുണ്ടോ? ഈശ്വര, 1 രൂപയാണ് തരാൻ പോണത്. ഏയ്, മിണ്ടാതിരി. ദാ 1001 രൂപയുണ്ട്. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. ചെലപ്പാ, വണ്ടി എടുക്ക. ഞാൻ വെച്ചോളാം. ഡാടാ, നീ വന്നേ. എന്തോ? ഈ വൈദ്യര് ഒറിജിനൽ ആദിവാസി തന്നെയാണോ? പിന്നെ ഒറിജിനൽ 916. എന്നാ എനിക്കൊന്ന് കാണണം, പക്ഷെ ആരും അറിയരുത്. ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാ ഞാൻ. അങ്ങനെ ഒരു രോഗിയെ കൂടി കൈനീട്ടം കിട്ടി. പാച്ചു, ആ, ദാ ഇത് കയ്യിൽ വെച്ചോ. അവളുടെ വക സംഭാവന ഇരിക്കും, അതാ നിന്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നത്. എന്ത് തന്നെയായാലും നിന്നോട് അവൾക്ക് സ്നേഹമുണ്ട്. എന്താണെന്ന് തുറന്നു നോക്ക്. ഇത് നിന്റെ പേഴ്സിലുണ്ടായിരുന്ന പടമല്ലേ? നീ ചെറുപ്പത്തിൽ ഇവളെ എവിടുന്ന് രക്ഷപ്പെടുത്തി പറഞ്ഞത്? കിണറ്റീന്ന്. അത് വേണ്ടായിരുന്നു. നാണമില്ലല്ലോടാ വർഷങ്ങളായിട്ട് ഒൺവേ പ്രേമമായിട്ട് നടക്കാൻ. പാവം. ഇതിന് പകരമായിട്ട് ഇവൾക്ക് നമുക്കൊരു ഒറ്റമൂലി കഷായം കൊടുത്തേ പറ്റൂ.